വൃത്തിയാക്കിയിട്ട് വെക്കാനുള്ള മീനുണ്ട്. നമ്മൾ ചെയ്യുന്നത് നമ്മളെ ചിന്തിക്കുക. ഇതിപ്പം കേവലം 2-3 ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടല്ല. ഇവിടെ റെസ്ക്യൂ ഗാർഡന്മാരുണ്ട്, അവരും ഇവിടെ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ ശത്രുക്കളല്ല, സേവകരാണ് ഞങ്ങൾക്കറിയാം. അപ്പോൾ പലപ്പോഴും നമ്മളിത് പറയണത് വെച്ചാൽ ഇപ്പൊ ഇത് പിടിച്ച് നശിപ്പിച്ചാൽ അടുത്തൊരു സീസൺ വരുമ്പോൾ നമ്മളെ കുട്ടികളും പട്ടിണിയാവും. അല്ലെ, ഞങ്ങളെക്കാളും ഈ വിഷയത്തിൽ ഉത്തരവാദിത്തം കണ്ട വളരെ സ്നേഹത്തോടെ പറയും മത്സ്യത്തൊഴിലാളികളോട്. അപ്പൊ ദയവ് വിചാരിച്ചിട്ട് കോരക്കാര് എന്തെങ്കിലും പേര് ആഷിക്ക, അസർക്ക, ലത്തീഫ്ക, ജാബർക്ക, യൂൻസ്ക എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു തീരുമാനം എടുക്കുക. ഇത് എന്തിനാ അറിയോ? നമ്മളെ വീട്ടിലെ കാര്യത്തിലല്ല, ഞങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ശമ്പളം കിട്ടും, പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന പണിയോട് നമുക്ക് എന്തുണ്ട് ഒരു കടപ്പാടുണ്ട്. അതുകൊണ്ട് മാത്രം പറയാം. അല്ലാതെ അപ്പൊ ഇതെടുത്ത് നിങ്ങൾ കേസ് എടുത്തിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നുമല്ല. അപ്പൊ ഇത് എന്നെ ശ്രമിക്കുന്നവരായിട്ടുള്ള മത്സ്യത്തൊഴിലാളി ശ്രദ്ധിക്കുക. നിങ്ങൾ പിന്നാലെ ഞങ്ങൾ നടക്കണ്ട. അതേപോലെ പൊന്നാനിയും പിന്നെ നമ്മുടെ പരപ്പനങ്ങാടി അവരൊക്കെ വന്ന അവിടെ ഒറ്റക്കെട്ടാണ്. ഇവിടെ എന്താ നമുക്ക് ഐക്യമില്ലാതിരിക്കാൻ കാരണം? ഇത് നമ്മൾ ചിന്തിക്കുക. ഇത് നമ്മൾ ചെയ്താൽ നമ്മൾ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ കടലിന്റെ ഈ സമ്പത്തിനെ നശിപ്പിക്കണം. അപ്പൊ എന്തൊരു തീരുമാനം എടുക്കുക. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ എന്താ ചെയ്യൂല, ഞങ്ങൾ ഈ ചെറിയ മീൻ, ഈ വലുപ്പമില്ലാത്ത മീൻ വന്നാൽ ഞങ്ങളത് വെപ്പിക്കൂല. ഇവിടെ ഒരു തീരുമാനം റെഡിയാണ്. മാറി കച്ചവടക്കാർ ശ്രദ്ധിക്കുക. നിങ്ങൾ ദയവായിട്ട് എന്ത് ചെയ്യരുത്, ഇത് കൊള്ളരുത്, ഇത് വാങ്ങരുത്. ഇത് വാങ്ങിയാലേ മറ്റുള്ളവർക്ക് പറ്റും. അപ്പം ഒരാൾ വാങ്ങും. ഇവിടെ പ്രശ്നം തരും. ഒരാൾ വാങ്ങുമ്പോ ഓൾക്ക് കുറച്ച് പൈസ കിട്ടും. ആ മറ്റേ എന്ത് ചെയ്യും? ഓൾക്ക് നമ്മളോട് ദേഷ്യമാവും. നമ്മൾ തലേ ദിവസം തട്ടി. ഇതൊക്കെ സ്വാഭാവിക തെറ്റുകൾ മനുഷ്യന്മാർക്ക് വരും. നമ്മളൊന്നും എല്ലാം തികഞ്ഞ ആൾക്കാരല്ലോ. അപ്പൊ റെസ്റ്റോറന്റുമാർ വരും. അവരെ ഡ്യൂട്ടിക്കാണ് ഇവിടെ വരുന്നത്. അവരുടെ ശത്രുക്കളല്ല. നിങ്ങളൊപ്പം നിങ്ങളെ പിന്നെ സേവകരാണ് ഈ വിഷയത്തിൽ. നിങ്ങൾക്ക് റെസ്ക്യൂ വന്നാലും അല്ലെങ്കിൽ എന്ത് വിഷയത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം കേട്ടോ. ഞങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആരെയും ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനല്ല. എല്ലാവരും കുടുംബം പോറ്റാൻ വേണ്ടി ഓരോരുത്തർക്കും ദൈവം ഓരോ തൊഴിലുണ്ട്. ആ തൊഴിലാ ചെയ്യണം. അപ്പൊ ദയവ് വിചാരിച്ച് നാളെ എന്ത് ചെയ്യരുത്, ഈ പാപങ്ങൾ ചെയ്യരുത്. നാളത്തെ നമ്മളെ കടല് വറ്റും. ഒരു മത്തിയുടെ പൊട്ട് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കണ്ടാവില്ല. കുടുംബം പട്ടിണിയാവും. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞങ്ങളെക്കാളും ചിന്തിക്കണ്ടെങ്കിലാ. അങ്ങനത്തെ അവസ്ഥ നമുക്ക് വേണം. ഇവിടെ വരൾച്ച വേണോ? പിന്നെ അതുകൊണ്ട് ആളുകൾ ഇവിടെ കൃത്യമായിട്ടുണ്ടാവില്ല. ഞങ്ങൾ റെസ്ക്യൂ ഗാർഡന്മാരുണ്ട്. നമ്മൾ 2-3 ആൾക്കാർ എത്തൂല. ഒരു ജില്ലയ്ക്ക് മൊത്തം 3 ആളാണുള്ളത് കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, പാലിക്കുക, സഹകരിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഇതിന് ഇവിടെ കൂട്ടിക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവരും ഉണ്ട്. അല്ല, എന്ത് വിഷയം ഞങ്ങൾ റെസ്ക്യൂ ഗാർഡന്മാരായിട്ടുള്ള ടീമൊക്കെ ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, സഹകരിക്കുക ചെയ്യരുത്.